ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് അല്ലേ. പല കാര്യത്തിലും നമ്മൾ പല പല സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ, നല്ല ടോണിൽ, നല്ല ബോഡി ലാംഗ്വേജിലൊക്കെ സംസാരിക്കുക, നല്ല സന്തോഷത്തോടുകൂടി സംസാരിക്കുക, നല്ല മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല കൊടുക്കലുകൾ ഉണ്ടായാൽ അവിടെ നല്ല വാങ്ങലുകൾ ഉണ്ടാവുന്നുള്ളൂ അല്ലേ. നമ്മൾ ഹസ്ബൻഡിനോടായാലും ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്ന സമയത്ത് വൈഫ് ഒരു ഗസ്റ്റ് വന്നിട്ട് പാൽ വാങ്ങാൻ പറയുന്ന സമയത്ത് ഹസ്ബൻഡ് അത് മറന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് ക്ഷീണം, ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഹസ്ബൻഡായ ക്ഷീണവും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോണും ആ ബോഡി ലാംഗ്വേജൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സംസാരിക്കുക. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചത് ചായക്ക് പാൽ കൊണ്ടുവരാണ്ട്, പിന്നെ ഇപ്പോൾ ഗസ്റ്റിന് എങ്ങനെ ചായ കൊടുക്കണേ എന്ന് പറയുമ്പോൾ അവിടെ ഹസ്ബൻഡും അവിടെ ചൂടാവുകയാണ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചോദിക്കുക, അയ്യോ പാൽ മേടിക്കാൻ മറന്നല്ലേ, അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ ആൾ കൂളായിട്ട് നമ്മളോട് പറയുമല്ലേ, ഞാൻ മറന്നതാണ്, ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്ന് പറയുമല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പറയാണ്, വേണ്ട ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കട്ടൻ ചായ കൊടുത്ത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ വന്നേക്കണ ഗസ്റ്റ് കൂടി അത് മനസ്സിലാക്കണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണ് ചെയ്യണത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മക്കളോട് സംസാരിക്കുന്ന സമയത്ത്, മക്കൾ പുറത്തുള്ളവരൊക്കെ ഉള്ള സമയത്തായാലും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോഴായാലും ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴായാലും അവരോട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക. അവർ പറയാനുള്ളത് നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാനായിട്ട് പുറത്ത് ആൾക്കാരുണ്ടാവും. അവർ വഴി തേടിങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വരുതിയിൽ കൊണ്ടുവരാൻ എല്ലാ ദിവസവും അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ചോദിച്ചും കണ്ട് മനസ്സിലാക്കുക, അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീട്ടിൽ നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണത് അല്ലേ. അതുപോലെ പുറത്ത് ആയാലും ഇപ്പോൾ ഹസ്ബൻഡിനായാലും പുറത്തുള്ളവർക്കായാലും എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവർ കാര്യങ്ങളൊക്കെ അവരെ തിരുന്നുകൊണ്ട് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അവരോട് കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നമ്മളോട് പറയാൻ തയ്യാറാവണം അല്ലേ. അപ്പോൾ അതൊക്കെ കേട്ട് ഇരുന്നതിന് ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശ്വാസങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അല്ലേ. അതാണ് വേണ്ടത്. നല്ലൊരു ലിസണർ ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും മാതാപിതാക്കളോടായാലും നല്ലൊരു മാന്യതയോടും ബഹുമാനത്തോടൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ സ്ത്രീകളിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. ആദ്യം സ്ത്രീകളിൽ മാറ്റം വരുത്തുമ്പോഴാണ് ആ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി കണ്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷനൊക്കെ മാറ്റാനൊക്കെ ഒത്തിരി ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാനും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.